ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇവർക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പ്രൊനൗൺസിയേഷൻ്റെ ക്ലാസ് ആണ്. പലർക്കും ഉള്ള സംശയങ്ങൾ എന്നോട് ഇങ്ങനെ വാട്സപ്പായിട്ടും അല്ലാതെ നേരിട്ട് കുട്ടികളൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ഒരു എങ്ങനെ പ്രൊനൗൺസിയേഷൻ ഇംപ്രൂവ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. സോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാം, എങ്ങനെയൊക്കെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കും? സുഖമായിരിക്കുന്നല്ലോ മക്കളെ? ഓക്കെ, നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാവേ. അതായത് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ എന്തിനേക്കാ സംസാരിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ പലരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പല രീതിയിലുമുള്ള പ്രശ്നങ്ങൾ നമുക്ക് വരാൻ ഉണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ബുദ്ധിമുട്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവേ. അതാണ് ടിപ്പിക്കൽ എറർ. അതാണ് മേക്ക് ഫോർ ഈച്ച് വേർഡ്സ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ടിപ്പിക്കൽ എറർ, അതായത് നമുക്ക് മിസ്റ്റേക്ക് വരാം. ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ മിസ്റ്റേക്ക് വരത്തില്ല എന്നല്ല. ഇപ്പൊ നമ്മൾ പുതിയൊരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ മിസ്റ്റേക്ക് വരും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. നമ്മളത് അയ്യേ ഞാൻ സംസാരിക്കാൻ മിസ്റ്റേക്ക് വരുന്നുണ്ട്, എനിക്ക് പറ്റത്തില്ല നമ്മൾ പറയരുത്. നമുക്ക് നല്ല രീതിയിൽ എന്തായാലും മിസ്റ്റേക്ക് വരും, നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. നമ്മൾ എന്തായാലും സംസാരിക്കുക നല്ല രീതിയിൽ. ഓക്കെ, നിങ്ങൾ സംസാരിച്ചാൽ മാത്രമാണ് നിങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് മാറത്തുള്ളൂ. പിന്നെ ഡോണ്ട് പ്രൊനൗൺസ് എവറി ലെറ്റർ ഇൻ എ വേർഡ്. അതായത് നമ്മൾ ഓരോ ലെറ്റർ ഇങ്ങനെ വേർഡ് ആയിട്ട് നമ്മൾ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റത്തില്ല. ഓരോ ലെറ്റർ എടുത്ത് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റത്തില്ല. പ്രൊനൗൺസിയേഷൻ വെച്ചാൽ ചില സൈലന്റ് വേർഡ്സ് ഉണ്ട്. നമുക്ക് ചില വേർഡ്സ് ഒക്കെ സൈലന്റ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ പ്രൊനൗൺസിയേഷൻ പറ്റത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു ലെറ്റർ സൈലന്റ് വരുമ്പോൾ ഇപ്പൊ പലതും. ഇപ്പൊ നൈറ്റ്, നൈറ്റിന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നൈറ്റ് എന്നാ പറയുക, എഴുതുമ്പോൾ കെയും കൂടി ചേർത്താ എഴുതുക. അതേപോലെ നൈഫിനും കെ ഉണ്ട്, കെ ചേർത്താ എഴുതുക. ഇപ്പോ സൈക്കോളജി എന്ന് പറഞ്ഞാൽ പി ഉണ്ട്. നമ്മള് പൈസോളജി എന്നൊന്നും പറയത്തില്ല. നമ്മൾ എഴുതുമ്പോൾ അങ്ങനെ എഴുതും, പറയുമ്പോൾ വേറെ രീതിയിൽ പറയും. ചില രീതിയിൽ നമ്മൾ പറയുമ്പോഴത്തേക്കും ചില വേർഡ്സ് ഉണ്ട് ഇങ്ങനെ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ചില ഒത്തിരി വേർഡ്സ് ഉണ്ട് ഇങ്ങനെ. നമുക്ക് ഈ സ്കൂൾ എന്ന് പറയും. സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുവാ ഐ ചേർക്കത്തില്ല. സ്കൂൾ എന്ന് മാത്രമേ നമ്മൾ എഴുതത്തുള്ളൂ. അങ്ങനെ പ്രൊനൗൺസിയേഷൻ ചെയ്യുന്ന വേർഡ്സ് നമ്മൾ ചിലപ്പോൾ എഴുതാറില്ല. ചിലപ്പോൾ നമ്മൾ പ്രൊനൗൺസ് ചെയ്യാത്ത വേർഡ്സ് ലെറ്റർ നമ്മൾ അവർ എഴുതുകയും ചെയ്യും. അപ്പൊ അങ്ങനെ പല രീതിയിലുമാണ് നമുക്ക് മാറ്റങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പൊ ഡോണ്ട് സ്ട്രെസ് ദി റോങ് സിലബസ്. നമ്മൾ ശരിയായ രീതിയിൽ നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ നമുക്ക് തന്നെ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറാം. പിന്നെ അടുത്ത നമുക്ക് ഡോൺ ആഡ് എക്സ്ട്രാ വവൽ സൗണ്ട്. നമ്മൾ എക്സ്ട്രാ വവൽ സൗണ്ട് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഡോൺ ഡ്രോ ഫൈനൽ കൺസോണന്റ് സൗണ്ട്. കൺസോണന്റിന്റെ സൗണ്ട് പോലും നമ്മൾ ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പ്രൊനൗൺസ് ചെയ്യും. നല്ല രീതിയിൽ നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റും. നമ്മൾ എങ്ങനെ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഡേ ബൈ ഡേ നമ്മൾ ഈസി ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പഠിക്കുക. അപ്പൊ എത്ര പറഞ്ഞു പഠിക്കുന്നോ അത്രയും നല്ലതായിരിക്കും. ഓക്കെ, നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് യു കുഡ് ആൾസോ പ്രൊവൈഡ് പ്രസന്റ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. വൊക്കാബുലറി വേർഡ്സ്, അതായത് നമുക്ക് ഓരോ വേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എപ്പോഴും കുറച്ച് വേർഡ്സ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി യൂസിങ് വേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നമുക്കത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടേറി മാറിക്കിട്ടും. നമുക്ക് സ്ട്രെസ്, കോമൺ പ്രൊനൗൺസിയേഷൻ മിസ്റ്റേക്ക്. ഇപ്പൊ നമുക്ക് നോക്കാം, കോമൺ പ്രൊനൗൺസിയേഷൻ മിസ്റ്റേക്ക് ടു അവോയ്ഡ്. നമ്മൾ അതൊക്കെ നല്ല രീതിയിൽ അവോയ്ഡ് ചെയ്യാം. മിസ്റ്റേക്സ് ഒക്കെ എങ്ങനെ വരും? ഇപ്പൊ മിസ്റ്റേക്ക് വരത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ സംസാരിക്കുമ്പോൾ എന്തായാലും മിസ്റ്റേക്ക് വരാം. അപ്പൊ നമുക്ക് അതിന്റെ നോക്കാം ഏതൊക്കെ രീതിയിലാണെന്നുള്ളത്. ആദ്യം നമ്മൾ നോക്കേണ്ടത് ലിസൺ കെയർഫുള്ളി ബിഫോർ യു റിപ്പീറ്റ്. നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ലിസൺ കെയർഫുൾ. ഇപ്പൊ ഒരാളിങ്ങനെ നമ്മളോട് പറയും, ഇപ്പൊ ഞാൻ നിങ്ങളോടൊക്കെ ഈ പ്രൊനൗൺസിയേഷൻ എന്താന്ന് പറയാം, അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ എന്ത് വേർഡ്സാ പറയുന്നത്, എങ്ങനെയാ പറയുന്നത്, ഇയറൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ശ്രദ്ധാപൂർവം കേൾക്കുക, കെയർഫുൾ ആയിട്ട് കേൾക്കുക. എന്നാലേ നമുക്ക് ആ പ്രൊനൗൺസിയേഷൻ പഠിക്കാൻ പറ്റത്തുള്ളൂ. സ്പീക്ക് സ്ലോലി ആൻഡ് ക്ലിയർലി അറ്റ് ദി ഫസ്റ്റ്. ഓക്കെ, നമ്മൾ സംസാരിക്കുമ്പോൾ പതുക്കെ ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് സ്ലോ ആയിട്ടും പതുക്കെ നമ്മൾ ക്ലിയർ ആയിട്ടും പറയുന്ന കാര്യങ്ങൾ നമുക്കല്ല മറ്റുള്ളവർക്ക് ക്ലിയർ ആവണം. ആ രീതിയിൽ നമ്മൾ സംസാരിക്കുക. സ്പീഡ് വിൽ ഇംപ്രൂവ് വിത്ത് പ്രാക്ടീസ്. നമ്മൾ സ്പീഡ് എങ്ങനെയാവുന്നത് ഇംപ്രൂവ് ആവുന്നത് നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഒരു ലാംഗ്വേജ് നമുക്ക് അറിയത്തില്ല എങ്കിൽ നമ്മൾ അത് പതുക്കെ പറയത്തുള്ളൂ ആദ്യം, അല്ലെ? ഇപ്പൊ എനിക്ക് ഇംഗ്ലീഷ് അറിയാം, പക്ഷെ ഞാൻ പതുക്കെ ഇംഗ്ലീഷ് പറയുന്ന ആദ്യം. എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പതുക്കെ പറയുന്നത്. ഇപ്പൊ എനിക്ക് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഫാസ്റ്റിൽ പറയാം. എനിക്ക് ഇംഗ്ലീഷ് കൂടുതൽ ഫാസ്റ്റിൽ പറയാനായിട്ടാണ് ഇഷ്ടം. പക്ഷെ നിങ്ങളോട് സംസാരിക്കുമ്പോഴാണ് പതുക്കെ പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഇപ്പൊ മലയാളം പോലും എനിക്ക് ഫാസ്റ്റിലാണ്, എല്ലാ ലാംഗ്വേജും ഫാസ്റ്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾക്കോട് പറയുമ്പോഴാണ് ഞാൻ ഇങ്ങനെ എടുത്ത് പതുക്കെ പതുക്കെ ഓരോ കാര്യങ്ങളും എടുത്ത് പറയുന്നത്. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഡോണ്ട് പ്രൊനൗൺസ് സൈലന്റ് ലെറ്റേഴ്സ്. സൈലന്റ് ആയിട്ട് വരുന്ന ലെറ്റേഴ്സ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യാതിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നൈറ്റ് ആണെങ്കിൽ നൈറ്റ് അങ്ങനൊന്നും പറയരുത്, നൈറ്റ് എന്ന് തന്നെ പറയണം. ഈ സൈലന്റ് ആണെങ്കിൽ അവർ സൈലന്റ് ആയിട്ട് ഇരുന്നോട്ടെ, നമ്മളത് പ്രൊനൗൺസ് ചെയ്യാൻ പാടില്ല. പിന്നെ സ്ട്രെസ് ദി കറക്റ്റ് സിലബസ് ഇൻ ഈച്ച് വേർഡ്. പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് സ്ട്രെച്ച് ആക്കിയിട്ട് പറയാം. സിലബസിലുള്ള പോലെ നമ്മൾ സ്ട്രെച്ച് ആക്കിയിട്ട് പറയാം.
അവോയ്ഡ് ആഡിങ് എക്സ്ട്രാ വവൽ സൗണ്ട്. നമ്മൾ എക്സ്ട്രാ വവൽസിന്റെ സൗണ്ട് ഒക്കെ ആഡ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. പിന്നെ പ്രൊനൗൺസ് ദ എൻഡിങ് സൗണ്ട് ക്ലിയർ. നമ്മൾ എൻഡ് അവസാനം വരുന്ന സൗണ്ട് നമ്മൾ ക്ലിയർ ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുക. ഇപ്പൊ നമ്മളിപ്പോ ഒരാളോട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് നമ്മൾ എന്താണോ പറയുന്നത് അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ക്ലിയർ ആയിട്ടും സ്പഷ്ടമായിട്ടും നമ്മൾ നല്ല രീതിയിൽ പറയുക. ഓക്കെ, എന്നാൽ അവർക്കത് മനസ്സിലാവത്തുള്ളൂ. പേ അറ്റൻഷൻ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിമിലർ സൗണ്ട് ആൻഡ് നമ്മൾ അറ്റൻഷൻ കൊടുത്തിരിക്കുക. ഇപ്പൊ ഒരാൾ പറയുമ്പോൾ നമ്മൾ കേൾക്കുക, നമുക്ക് അറിയാത്ത ലാംഗ്വേജ് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്തോ പറഞ്ഞു. എന്നാലും നമുക്കിപ്പോ ഒരു ടീച്ചർ വേണ്ടി ക്ലാസ് എടുക്കുക, നിങ്ങൾക്ക് പ്രൊനൗൺസിയേഷന്റെ ക്ലാസ് പറഞ്ഞു തരാണെങ്കിൽ നിങ്ങൾ ആ പുതിയ പുതിയ വേർഡ്സ് പഠിക്കാനാണെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക, ടീച്ചർ എങ്ങനെയാ പറയുന്നത്. ടീച്ചർ പറയുമ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വരുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പഠിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ തെറ്റായിട്ട് പഠിച്ച ഭാവിയിലും ആ മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇപ്പഴേ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചെടുക്കുക. പിന്നെ വൊവൽസിന്റെ, അതായത് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. നമ്മൾ നല്ല രീതിയിൽ പറയുമ്പോഴത്തേക്കും നമ്മൾ ആ രീതിയിൽ പറയും. ഓപ്പൺ യുവർ മൗത്ത്, നമ്മൾ വാ തുറന്ന് സംസാരിക്കുക. ഇനഫ് പ്രൊഡ്യൂസ് വവൽ സൗണ്ട് ഒക്കെ വാ തുറന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ. ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത് പോലെ ക്ലിയർ ആയിട്ട് പറയാം. പ്രാക്ടീസ് ഡിഫിക്കൽട്ട് വേർഡ്സ് സെവറൽ ടൈംസ് ആൻഡ് യൂസ് ദം ഇൻ സെന്റൻസ്. നമ്മൾ ഇപ്പൊ ഒരു കഷ്ടമായിട്ടുള്ള വാക്ക്, ഓക്കെ, അപ്പൊ അത് നമ്മൾ ഒരു വേർഡ് എടുക്കാം. നമ്മൾ ഡെയിലി സെർച്ച് ചെയ്യുക, ഗൂഗിളിലോ ചാറ്റ് ജിപിടിയിലോ പല രീതിയിൽ നമ്മൾ സെർച്ച് ചെയ്യുക. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്താ കിട്ടുക, കുറച്ച് കട്ടിയുള്ള വേർഡ്സ് കിട്ടും. അത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പൊ നമുക്ക് എങ്ങനെയാ പ്രൊനൗൺസിയേഷൻ പഠിക്കാന്ന് വെച്ചാൽ ഗൂഗിളിൽ തന്നെ ഉണ്ട്. നമുക്ക് അവർ പറഞ്ഞു കഴിഞ്ഞാൽ സ്പീക്ക് വേർഡ്സ് ഒക്കെ അവർ പറയും. അപ്പൊ അതുപോലെ നമ്മൾ പ്രൊനൗൺസ് ചെയ്ത് 10 പ്രാവശ്യം നമ്മൾ ഡെയിലി പ്രൊനൗൺസ് ചെയ്ത് നമുക്ക് അങ്ങനെ പ്രാക്ടീസ് ആവും. നമ്മൾ ആദ്യം വേർഡ്സ് ഒക്കെ പ്രൊനൗൺസ് ചെയ്തിട്ട് വേണം നമ്മൾ സെന്റൻസിന്റെ ഇടയിൽ ചേർക്കാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അറിയാത്ത വേർഡ്സ് നിങ്ങൾ എന്നും എടുത്ത് 10 വേർഡ്സ് എടുത്ത് പഠിക്കുക, പ്രാക്ടീസ്. ഓക്കെ, പിന്നെ നമുക്ക് ലിസൺ ടു നേറ്റീവ് ഓർ ഫ്ലുവൻറ്റ് സ്പീക്കർ ആൻഡ് ഇമീഡിയറ്റ് ദ പ്രൊനൗൺസിയേഷൻ സ്ട്രെസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ. ഇപ്പൊ നമ്മൾ നേറ്റീവ്, ചില ആൾക്കാർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ ഇപ്പൊ മലയാളം ആണെങ്കിൽ അവര് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ മലയാളത്തിന്റെ ആ ഒരു സ്ലാങ് വരും അവർക്ക്. ഇപ്പൊ വേറെ ലാംഗ്വേജ് ആണെങ്കിൽ അതിന്റെ സ്ലാങ് വരും അവർക്ക്. ചിലർക്കാണെങ്കിൽ ഇതിന്റെ ഒന്നും സ്ലാങ് വരത്തില്ല. അപ്പൊ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടാണ് അവർ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കാൻ നോക്കുക, എപ്പോഴും ശ്രദ്ധിക്കുക. അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ ഒരാളോട് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അവർ എങ്ങനെയാ പറയുന്നത്, ഏത് രീതിയിലാണ് പറയുന്നത്, നിങ്ങൾ എപ്പോഴും ഒബ്സർവ് ചെയ്ത് നോക്കുക. അപ്പഴേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കുള്ളൂ. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് വരുന്നത്. കാരണം നിങ്ങൾ ജോലിക്കൊക്കെ പോകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറെ നല്ല ബുദ്ധിമുട്ട് വരിക. പ്രൊനൗൺസിയേഷന്റെ ശരിയല്ലെങ്കിൽ ഇപ്പൊ അവര് എന്തെങ്കിലും കാര്യം പറയും, നിങ്ങൾക്ക് തിരിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാൻ കിട്ടുന്നില്ല, എങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. സോ നിങ്ങൾ ഇപ്പോഴേ പ്രൊനൗൺസിയേഷൻ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഫോക്കസ് ഓൺ ബിഗിനിങ് ക്ലിയർ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ റാദർ ദാൻ സ്പീക്കിംഗ് വെരി ഫാസ്റ്റ്. ഇപ്പൊ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന കാട്ടിലും നല്ലത് നമ്മളത് മനസ്സിലാക്കുക. എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇപ്പോ ഒരു ഇന്റർവ്യൂ നടക്കുക അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് നടക്കുക, അല്ലെങ്കിൽ ഒരു ഫോറിൻ കൺട്രിയിൽ ഒരാൾ വന്ന് അവരുടെ ഇംഗ്ലീഷ് നമുക്ക് എന്തായാലും മനസ്സിലാക്കി എടുക്കണമെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് അറ്റ്ലീസ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം, എന്നാലേ അവരുടെ ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ പറ്റും. അവരെ കുറച്ച് ഡിഫറെന്റ് രീതിയിലാണ് അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അവരും ബ്രിട്ടീഷുകാരും ഒക്കെ ഡിഫറെന്റ് രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ നല്ല രീതിയിൽ മനസ്സിലാക്കി എടുക്കുക എങ്ങനെയാണെന്നുള്ളത്. ആ രീതിയിൽ നമ്മൾ പ്രൊനൗൺസ് ചെയ്താൽ നമുക്ക് സുഖമായിട്ട് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചോളാം. അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾ പ്രൊനൗൺസിയേഷൻ പഠിക്കുക. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കട്ടിയുള്ള വേർഡ്സ് ഒക്കെ എടുത്ത് ആദ്യം തന്നെ ഇട്ട് പ്രൊനൗൺസ് ചെയ്യരുത്. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം മറ്റുള്ളവരോട് പറയാനായിട്ട്. അപ്പൊ നിങ്ങൾ ഡെയിലി പ്രൊനൗൺസിയേഷൻ പ്രാക്ടീസ് ചെയ്യുക. പുസ്തകം നല്ലപോലെ വായിക്കുക. വായിച്ച് വായിച്ച് നിങ്ങൾക്ക് നല്ല അറിവ് കിട്ടാറുണ്ട്. പ്രൊനൗൺസിയേഷന് ഏറ്റവും നല്ല മെത്തേഡാണ് വായിക്കുക. പിന്നെ ആരോട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെറിയ വേർഡ്സ് ഒക്കെ എടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഒത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സ് ഒന്നും എടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നിങ്ങൾ അത് ചെയ്യാനായിട്ട്. ഓക്കെ, നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ടും, അതായത് ഒത്തിരി ലൗഡ് അല്ലായിട്ടും നിങ്ങൾ പറയുന്നത് അവർക്ക് മനസ്സിലാവണം. പിന്നെ ആരെങ്കിലും പറയുമ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക, കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കുക. എന്ത് പ്രൊനൗൺസിയേഷൻ വേർഡ് ആണോ പറയുന്നത് അത് തന്നെ നിങ്ങൾ പറയുക. പിന്നെ സൈലന്റ് വേർഡ്സ് ഒരിക്കലും പ്രൊനൗൺസ് ചെയ്യരുത്. ഓക്കെ, പിന്നെ നമ്മൾ ചില പ്രൊനൗൺസിയേഷൻ വേർഡ്സ് നമ്മൾ എഴുതാറില്ല. അതുപോലെ തന്നെ നമ്മൾ നോക്കിയും കണ്ടും ഒക്കെയാണ് പ്രൊനൗൺസിയേഷൻ പഠിക്കേണ്ടത്. ഓക്കെ, കുറച്ച് ഡിഫിക്കൽട്ട് ആണെങ്കിൽ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. 3-4 വട്ടം 5-6 വട്ടം 10 വട്ടം 20 വട്ടം ഒക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രൊനൗൺസിയേഷന് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ടിപ്പൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനി വരത്തുള്ളൂ. സോ നമുക്ക് എന്തായാലും അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.